ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇക്കയുടെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മട്ടൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് സവാള, ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതിട്ട് വഴറ്റിയെടുത്തു. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മട്ടൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബിരിയാണി മസാലയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കിട്ടണം. ഞാനിവിടെ മട്ടൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്താണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം. അരമുറി ചെറുനാരങ്ങ നീരും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈസൊക്കെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. അതിനുശേഷം റൈസ് വേവിച്ച അതേ പാത്രത്തിലാണ് ചോറിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നെയ്യ്, ഫുഡ് കളറ്, ഗരം മസാലപ്പൊടി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും ക്യാരറ്റ്, മല്ലിയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഇട്ട് നെയ്യും ഒഴിച്ച് ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിവിടെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. കഴിക്കാനായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കറി ഞാൻ ഒന്നുകൂടി ചൂടാക്കുകയാണ്. എന്നിട്ട് എല്ലാം വിളമ്പി ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വിളിച്ച് വൈഫിനെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ചോറൊക്കെ അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും അവരുടെ കൂടെ തന്നെ കഴിക്കാനായിട്ടിരുന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കൂട്ടുകാരൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ
പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. ഇക്കായുടെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പോഴേ ഞങ്ങളൊരു കേക്ക് മേടിക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ നോക്കുകയാണ്. കേക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ പേരെഴുതണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ കൊണ്ടുപോകുകയാണ് ഇക്ക.
അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ നല്ല തിരക്കാണ്. വന്നപ്പോഴേ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ബില്ലടിക്കാൻ വന്നപ്പോൾ അവിടെയും കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഇക്കായുടെ ഫ്രണ്ടിനെ വിളിക്കാനാണ്. ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വേറൊരു ഫ്രണ്ടും വന്നിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെയും വൈഫും മോളുമാണ് കൂടെയുള്ളത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. നാട്ടിലേക്ക് വിളിച്ച് ഫോണിൽ കൂടി എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് വൈഫിന്. പിന്നെ നാട്ടിൽ അവർ കേക്ക് കട്ട് ചെയ്ത വീഡിയോയും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. മട്ടൻ മന്തിയാണ് മേടിച്ചിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തമാശകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കുനാഫയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഷുഗർ സിറപ്പും ഉണ്ടായിരുന്നു. മോൻ കഴിച്ചിട്ട് അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ പുതിയ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.